ബ്രേക്കിംഗ് കേരള എന്ന ഈ തത്സമയം നടക്കുന്ന ആരാധനയിലേക്ക് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇതിൽ പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിനെ നാമത്തിൽ ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുമ്പോൾ ഇന്ന് ഈ തത്സമയം നടക്കുന്ന ആരാധനയിൽ നമ്മൾ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ അനേകർ ഈ സമയത്ത് നമ്മളൊപ്പം ഈ തത്സമയം നടക്കുന്ന ആരാധനയിൽ പങ്കെടുക്കുന്നു. യേശുവിന്റെ മഹനീയമായ സാന്നിധ്യവും വിടുതലും ഓരോ വ്യക്തികളും അനുഭവിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഇതിൽ പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ആ കരങ്ങൾ ദിവസനെ ഉയർത്തി ചേർന്ന് സന്തോഷത്തോടെ നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന, നമ്മുടെ വേദനകളെ മാറ്റി തരുന്ന യേശുവിന്റെ പാദപീഠത്തിൽ നമ്മൾക്കായിരിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഓരോ വ്യക്തികളുടെയും അവർ കണ്ണുനീർ യേശു തുടയ്ക്കുമ്പോൾ അവരുടെ കൂടെ നമുക്ക് ആയിരിക്കാം. അവരെ പ്രാർത്ഥനയിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കേണ്ടതിനാൽ ഇന്ന് പ്രഭാതത്തിൽ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ ആരാധനയിൽ താങ്കൾ പങ്കെടുക്കുമ്പോൾ വിടുതലും സൗഖ്യവും താങ്കൾക്ക് പ്രതീക്ഷിക്കും. കാര്യം യേശു നമ്മളെ സൗഖ്യമാക്കുന്നവന് യേശുവിന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്ന് നമുക്ക് ഒന്നിച്ച് കരങ്ങളെ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വിടുതൽ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുക. നമ്മൾ മാത്രമല്ല, ഇന്ന് നമ്മൾ ഏത് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതിലൊക്കെയും അത്ഭുതകരമായ വിടുതൽ ഉണ്ടാകുന്നതിനായി ആ കരങ്ങൾ ദിവസനെ ഉയർത്തി ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഞങ്ങളെ വിടുവിച്ചവനായ ദൈവമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഓരോ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക സൗഖ്യവും വിടുതലും ആരോഗ്യവും ഓരോരുത്തരുടെ മേലും അങ്ങ് പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ തത്സമയം നടക്കുന്ന ആരാധന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ട് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കൃപ കൂടിയിരുന്നാടെ തുടർന്നും നിന്റെ മഹത്വത്തിലേക്ക് കർത്താവേ ഞങ്ങൾ പ്രവേശിക്കാൻ തക്കണം. അങ്ങയുടെ വലിയ സാന്നിധ്യത്തിലേക്ക് ഞങ്ങൾ പ്രവേശിപ്പാൻ തക്കണം. അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ മൂടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവിൻ നാമത്തിൽ പിതാവേ, ആ കരങ്ങൾ ഉയർത്തി ചേർന്ന് നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സങ്കീർത്തനം 24-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിലാണ് ഈ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ദേവബ്രദറെ, ഭൂമിയും അതിലുള്ള പൂർണ്ണതയും ഭൂതലവും അതിലുള്ള നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും ലോകത്തിലുള്ള ആളുകളാൽ ഉപേക്ഷിക്കപ്പെട്ടവരായിരിക്കാം, മറ്റു ജീവിതങ്ങളാൽ നമ്മൾ ആഗ്രഹിക്കപ്പെടുന്ന ജീവിതങ്ങളാൽ തഴയപ്പെട്ടവരായിരിക്കാം, അക്സെപ്റ്റൻസ് പോലും ലഭിക്കാത്തവരായിരിക്കാം, നമ്മൾ ചെയ്യുന്നതിലൊന്നും പ്രയോജനമില്ലാത്തവരായിരിക്കാം, ലോകത്തിൽ ഞാൻ ജീവിക്കുന്നത് വെറുതെയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കാം. പക്ഷെങ്കിൽ നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത് നമ്മൾ ദൈവത്തിനു വേണ്ടി പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥന, ഭൂതലവും അതിലെ നിവാസികളും ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും അപൂർണവാനായ ദൈവത്തിനു വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ട വിശിഷ്ടരായ ജീവിതങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അത്
കൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഒറ്റപ്പെട്ടവരല്ല, നമ്മൾ ഒരിക്കലും പൂർണ്ണതയില്ലാത്തവരല്ല. കാരണം പൂർണ്ണവാനായ ഒരു ദൈവത്തെങ്കിലേക്കാണ് നമ്മൾ ആയിരിക്കുന്നത്. ആ ദൈവം നമ്മളെ തീർച്ചയായിട്ടും കൈവിടത്തില്ല. അനേക ജീവിതങ്ങളെ ഈ ശുശ്രൂഷ പ്രിയങ്കരല എന്ന ശുശ്രൂഷയിലൂടെ, അവരുടെ പ്രാർത്ഥനയിലൂടെ, അവരുടെ ജീവിതത്തിൽ ദൈവത്തിന് വലിയ മാറ്റങ്ങൾ, അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ അവരുടെ പൂർണ്ണതയിലേക്ക് അവർ തിരിച്ചു വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവബ്രദറെ നീതു എന്ന് പറയുന്ന ഒരു ആൻറ്റി ട്രിവാൻഡ്രത്ത് നിന്ന് അറിയിച്ചിരിക്കുന്ന പ്രൈസ് റിപ്പോർട്ട് എൻ്റെ കരങ്ങളിലിരിക്കുന്നത്. മകൾക്ക് അതിഭയങ്കരമായ വയറുവേദന ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് പ്രിയങ്കരളെ വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഇടയാത്തരുന്നത്. ആൻറ്റി ചെയ്തത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മകൾക്ക് വയറുവേദന ഇതുപോലെ വന്നു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു പറഞ്ഞു. അതുപോലെ തന്നെ ആൻറ്റി നമ്മുടെ ശുശ്രൂഷ പങ്കെടുക്കുന്ന വ്യക്തിയും കൂടെയാണ്. ഒരു ദിവസം ഇതുപോലെ വയറുവേദന വന്നു കഴിഞ്ഞപ്പോൾ ആൻറ്റി പ്രാർത്ഥിക്കുന്ന എണ്ണ വീട്ടിൽ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ആ മകളിൽ തൂത്ത് പ്രാർത്ഥിക്കാനായിട്ട് ഇടയാത്തരുന്നു. ദൈവത്തിന് വലിയ സൗഖ്യം ആ മകളിൽ വ്യാപരിച്ചു. ആ പൂർണ്ണ സൗഖ്യം ആ മകൾക്ക് ആ വേദനയിൽ നിന്നുണ്ടായി. ദൈവത്തിന് നന്ദി അറിയിച്ചിരിക്കുന്നു. ചാത്തന്നൂർന്ന് ദീപ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്, അനുജത്തിയുടെ ഭർത്താവ് രതീഷ് ഇന്നലെ പാൻക്രിയാസിൽ കല്ല് മുഖേന ഹോസ്പിറ്റലിൽ പോയി. ഈ അവസരത്തിൽ വല്ലാതെ വേദന എടുത്തു. ഈ സമയത്ത് ട്രെയിനർ വിളിച്ചു പറഞ്ഞു, ഇതിന്റെ അസുഖത്താൽ ഭാരപ്പെടുന്നു, പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന്. ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ട വരുമെന്ന്. പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് വൈകുന്നേരം വിളിച്ചു പറഞ്ഞു, രണ്ടാമതും ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, ഓപ്പറേഷന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ സഹോദരൻ മദ്യപിക്കുമായിരുന്നു. ഇനി മദ്യപിക്കരുത്, മദ്യപിച്ചാല് ഈ അസുഖം കൂടുതലാവുന്ന പ്രത്യേകം പറഞ്ഞു. അതുകൊണ്ട് ആ പാൻക്രിയാസിന്റെ കല്ലിന്റെ അസുഖത്തിന് കുറവുണ്ട്, മദ്യപാനത്തിന് കുറവ്. വളരെ സന്തോഷം അറിയിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും തകച്ച തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ തന്നെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവം നന്മയ്ക്ക് കാരണമാക്കി തീർക്കുമെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഇത് തിരുവനന്തപുരത്തും ലീല എന്നൊരു സഹോദരിക്കും ഇതേ സാക്ഷ്യമാണ് നമ്മളോട് പറയുവാനുള്ളത്. ഭർത്താവ് സ്വാമിനാഥന് പ്രഷർ വളരെ കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഈ പ്രാർത്ഥനാ വിഷയം നമ്മളെ വിളിച്ചു പറഞ്ഞത് 3:28 ആ സമയത്ത് പ്രെയർ ലൈനിൽ ഇരിക്കുന്നവർ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ശേഷം 6 മണിക്ക് അദ്ദേഹത്തിന് എങ്ങനെ ഉണ്ട് എന്നറിയാൻ വേണ്ടി നമ്മൾ തിരികെ വിളിച്ചപ്പോൾ ആ പ്രിയ സഹോദരി നമ്മളോട് പറഞ്ഞത്, പ്രാർത്ഥനയുടെ ഫലമായി ഐസിയുവിലായിരുന്ന ആ സഹോദരനെ റൂമിലേക്ക് കൊണ്ടുവന്നു. മറുപടി നാളത്തേക്കല്ല വെച്ചിരിക്കുന്നത്. പ്രാർത്ഥിച്ച ആ നിമിഷം ഉടനെ അപ്പോൾ തന്നെ കർത്താവ് അത്ഭുതകരമായ സൗഖ്യം നൽകി. ഇന്ന് ആ കുടുംബം യേശുവിന് മഹത്വം കൊടുത്തിരിക്കുന്നു. തീർച്ചയായിട്ടും ദൈവം നമ്മുടെ സങ്കടങ്ങളെ കാണുന്ന ദൈവമാണ്. തീർച്ചയായിട്ടും അവൻ നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് സബലീകരിച്ചു തരുന്ന ദൈവമാണ്. രാഹുൽ നെയ്യാറ്റങ്കരയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് +2 എക്സാം എഴുതിയതിനു ശേഷം പ്രിയങ്കരലെ പ്രാർത്ഥിച്ചിരുന്നു. വളരെ പ്രയാസത്തോടെയാണ് എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തിരുന്നത്. പക്ഷേ നല്ല മാർക്കോട് +2 പാസ്സാകുമെന്നൊക്കെ രാഹുൽ ഇടയായി തുറന്നുള്ള അറിയിച്ചിരിക്കുന്നത്. അനേക കുഞ്ഞുങ്ങളുടെ റിസൾട്ട്സ് വന്നിട്ടുണ്ട്. അനേകർ അറിയിച്ചിരിക്കുന്ന അവരുടെ എക്സാംസിന് നല്ല മാർക്കോടെ പാസ്സാകുമെന്നൊക്കെ ഇടയായി എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അഞ്ചലിൽ നിന്ന് അമ്പിക വിളിച്ചു വന്നിരിക്കുന്നത്, അവർ വിഷയം പറഞ്ഞിട്ടില്ല, അനേക വിഷയങ്ങൾ പറഞ്ഞിരുന്നു. അവർ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങൾക്കും മറുപടി ലഭിച്ചു. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് അവർക്ക് ചിട്ടിയുണ്ട്, അത് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മക്കൾക്ക് നല്ല റിസൾട്ട് ലഭിക്കുവാൻ വേണ്ടിയും പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. തകച്ച തിരുവനന്തപുരത്ത് നിന്ന് മാനസിദാസ് എന്നൊരു സഹോദരി നമ്മളെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്, ആജിത്ത് ഓർമ്മപ്പെടുത്തിയതുപോലെ അനേക കുഞ്ഞുങ്ങൾ എക്സാമിന്റെ സമയത്ത് നമ്മളെ വിളിച്ചിരുന്നു. ഈ പ്രിയ മകൾക്കും +2 റിസൾട്ട് വന്നപ്പോൾ എല്ലാം A+ ലഭിക്കാനായിട്ട് ഇടയായി തീർന്നു. പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി ഇപ്പോൾ അറിയിച്ചു. തീർച്ചയായിട്ടും ദേവബ്രദറെ ശാരദ കാട്ടാക്കടയിൽ നിന്ന് അറിയിച്ചിരിക്കുന്ന ആ മാതാവിന്റെ മകന് അനീഷ് എന്ന ആ മകന്റെ വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. വയസ്സ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ മകന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് അറിയിച്ചിരുന്നു. ആദ്യം പറയുന്നത് ആ മകന്റെ വിവാഹം നടന്നു. ഇത്രയും നാളും, അതായത് കുറച്ച് പ്രായമായിരുന്നു ആ മകന്. പക്ഷേ ഇത്രയും നാൾ ലാഗ് ചെയ്തിരുന്നതിന് പ്രാർത്ഥിച്ചതിന് ശേഷം പെട്ടെന്നൊരു റിസൾട്ട് ദൈവം തന്നെ നൽകുവാനായിട്ട് ഇടയായി തീർന്നു. ആ വിവാഹം നടന്നു. പ്രാർത്ഥിച്ച് ഏവരോടും ഉള്ള നന്ദി അറിയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മരുമകൾക്ക് ഒരു ജോലി കൂടെ ലഭിക്കേണ്ടതിനെ പ്രാർത്ഥിക്കണമെന്ന് ആ മാതാവ് അറിയിച്ചിരിക്കുന്നു. വയനാട്ടിൽ നിന്ന് നീതു വിളിച്ചു പറഞ്ഞത്, അവർക്ക് ഇംഗ്ലീഷിലായിരുന്നു ഏറ്റവും പ്രയാസങ്ങൾ. ആ വിഷയത്തിന് അവർ ഉദ്ദേശിച്ചാലും കൂടുതൽ മാർക്ക് ലഭിച്ചു. പ്രാർത്ഥിച്ചതിന് നന്ദി പറഞ്ഞിരിക്കുകയാണ്. തങ്കച്ചവിദൂരിൽ നിന്നും ബാബു എന്നൊരു സഹോദരൻ വിളിച്ചു പറഞ്ഞിരിക്കുന്ന മരുമകൾ പ്രീമേച്യൂർ ഡെലിവറി ആയിരുന്നു. ഇരട്ട കുട്ടികളായിരുന്നു. ആ പ്രാർത്ഥന ഡെലിവറി നടക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന കേരളത്തിലേക്ക് വിളിച്ചു പ്രാർത്ഥന ചോദിച്ചു. പ്രത്യേകിച്ച് 7ാം മാസമായപ്പോൾ കുട്ടികളെ പുറത്തെടുക്കേണ്ടതായിട്ട് വന്നെങ്കിൽ പ്രാർത്ഥനയുടെ ഫലമായി അമ്മയും കുഞ്ഞുങ്ങളും എല്ലാം സന്തോഷമായിട്ടിരിക്കുന്നു. തുടർന്നും പ്രാർത്ഥന നമ്മളോട് ചോദിച്ചിരിക്കുന്നു. തീർച്ചയായും നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഏതുവിധമായിട്ടുള്ള വിഷയങ്ങളിലും പ്രയാസപ്പെടുന്നുണ്ടോ, ഒറ്റപ്പെടുന്നവരായിരിക്കാം, മറ്റു വിഷയങ്ങൾ കാരണം നമുക്ക് മാനസികമായിട്ട് ആ ബേർഡൻ നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുകയായിരിക്കും. പക്ഷെങ്കിൽ പൂർണ്ണതയിൽ തുല്യനായിരിക്കുന്ന, പൂർണ്ണതയിൽ അതുല്യനായിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നമ്മുടെ വിഷയങ്ങളെ നമുക്ക് ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അറിയിക്കാം.
തീർച്ചയായിട്ടും ഇന്ന് കാണുന്ന നിങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറിൽ വിളിക്കുക, പ്രാർത്ഥന വിഷയങ്ങളെ അറിയിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പൂർണ്ണത നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും. തങ്കച്ച നമുക്ക് ഒരുമിച്ച് ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തങ്കച്ച പ്രാർത്ഥിച്ചാൽ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, ഇന്ന് രാവിലെ കാലം പ്രയം കേരള കുടുംബാംഗങ്ങളായ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. അവിടുന്ന് പ്രാർത്ഥനയ്ക്ക് അനുഗ്രഹിച്ച വൻകൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പ്രാർത്ഥന ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് അവിടുന്ന് മറുപടി അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് അങ്ങനെ ചെയ്യുന്നുണ്ട്. സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ കുട്ടികളുടെ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നു, 10ാം ക്ലാസ് CBSE റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളും പ്രാർത്ഥിച്ചിട്ട് കടന്നുപോയതിന്റെ ഫലമായി ഉന്നതമായ വിജയം ഓരോ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചത് അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനേകം വിടുതലുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് എക്സാമിൽ നല്ല മാർക്കോടുകൂടെ പാസ്സായ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിന് വേണ്ടി ഇന്ന് പകൽ നമുക്ക് ഒന്നിച്ച് തുടർന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാര്യം അവർക്ക് വിജയം നൽകി അതേ കർത്താവ് തന്നെ നല്ല സ്കൂളുകളിൽ നല്ല കോളേജുകളിൽ അവർക്ക് അഡ്മിഷൻ നൽകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പോൾ അഡ്മിഷൻ്റെ സമയത്ത് ആയിരിക്കുന്നവരും അനേകം കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ്റെ കാര്യത്തിൽ പലവിധമായ പ്രശ്നങ്ങളിലൂടെ പ്രയാസങ്ങളുടെ മാതാപിതാക്കൾ കടന്നു പോകുമ്പോൾ തന്നെ നമുക്കിപ്പോൾ അവർക്ക് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യവും കാര്യവും അവരോട് കൂടി ഇരിക്കേണ്ടതിന് അപ്പോൾ തന്നെ നമ്മൾ ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സാമ്പത്തികമായ മേഖലയിൽ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് സ്കൂളിലേക്ക് അതിൻ്റെ ഫീസ് കൊടുക്കേണ്ടത് പല കാര്യമാണ്. യൂണിഫോമിൻ്റെ പൈസ കൊടുക്കണം, പുസ്തകങ്ങൾ വാങ്ങണം, ബാഗ് വാങ്ങണം. അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന അനേകം മാതാപിതാക്കൾ നമ്മളെ പ്രയം കേരളയിൽ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ പ്രാർത്ഥിക്കാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഈ പ്രഭാതത്തിൽ നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം. ദൈവ തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാകിയാൽ നമ്മുടെ സകല ചിന്താകുലങ്ങളും യേശുവിൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ എന്ന് ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ അഡ്മിഷൻ്റെ കാര്യത്തിലോ മുമ്പോട്ടുള്ള അധ്യയന വർഷത്തിൽ എങ്ങനെ പഠിപ്പിക്കുമെന്നോ ഓർക്ക് ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഉറപ്പായിട്ടും പറയട്ടെ, നമുക്ക് വേണ്ടി നല്ലൊരു കരുതി വെച്ചിരിക്കുന്ന കർത്താവ് തക്ക സമയത്ത് അത് തുറന്നു തരുന്നവനാകിയാൽ ഇന്ന് പകൽക്കാലം യേശുവിൽ വിശ്വസിക്കുക, അവൻ നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ തന്നെ ഇന്ന് പകൽക്കാലം ഇന്റർവ്യൂ ഉള്ളവർക്ക് വേണ്ടി എക്സാം അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്, പലവിധമായ ക്വാളിഫൈഡ് എക്സാം അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. നമുക്ക് ഒന്നിച്ചു ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരം അവരോട് കൂടി ഇരിക്കേണ്ടതിനാൽ ഇന്ന് പ്രയം കേരള കുടുംബാംഗങ്ങൾ എല്ലാവരും ആ കരങ്ങൾ ദൈവസന്നിധിയിൽ നിവർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങൾക്കും അങ്ങ് കൊടുത്ത നല്ല വിജയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണ്, അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല ദൈവമേ. കർത്താവേ, ആകെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങ് കൊടുത്ത നല്ല വിജയത്തിൽ ഞങ്ങൾ സന്തോഷിക്കുമ്പോൾ തന്നെ അവർക്ക് മുൻപോട്ടുള്ള പഠന കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല സ്കൂളുകളിൽ നല്ല കോളേജുകളിൽ കർത്താവ് ഞങ്ങൾ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്ന അതേ കോഴ്സിൽ തന്നെ കർത്താവ് അവർക്ക് അഡ്മിഷൻ ലഭിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരം വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മാതാപിതാക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഓരോ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള എല്ലാ വഴികളും സോഴ്സും യേശുവിൻ നാമത്തിൽ തുറന്നു വരേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാകിയാൽ ഞങ്ങളുടെ സകല ചിന്താകുലങ്ങളും ഞങ്ങൾ അങ്ങയുടെ മേൽ ഇട്ടുകൊള്ളുക. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കരുതും, അങ്ങ് ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുമ്പോൾ ഇന്ന് പകൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, പലവിധമായ ക്വാളിഫൈഡ് എക്സാം എഴുതുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പല ടെസ്റ്റുകൾക്കായി കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധമായ സാന്നിധ്യവും കൃപയും അവരോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉയർന്ന നിലയിൽ അവരെ മാനിച്ചാട്ടെ, അനുഗ്രഹിക്കപ്പെട്ട ഭാവിയിൽ അവരെ നിറച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം.
യേശുവിൻ നാമത്തിൽ തന്നെ. തത്സമയ പ്രാർത്ഥനയും ആരാധനയും നടക്കുമ്പോൾ തന്നെ അനേകം പ്രാർത്ഥനാ വിഷയങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നും രേണുക എന്നൊരു സഹോദരി നമ്മളെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് മകന്റെ കൂട്ടുകാരന് ആക്സിഡന്റ് പറ്റി കയ്യും കാലും ഒടിഞ്ഞ് പരിപൂർണ്ണ സൗഖ്യം ലഭിക്കേണ്ടതിനായി പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്നു. ജെയിൻ ബാലരാമപുരത്ത് അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥന വിഷയം പിതാവിന് സ്ട്രോക്ക് വന്ന് ഒരു സൈഡ് അനക്കുവാൻ പ്രയാസപ്പെടുന്നു, പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചിരിക്കുന്നു. മാലത്തുനിന്ന് ശാന്തമായ എന്നൊരു സഹോദരി നമ്മളെ വിളിച്ചിരിക്കുന്നത് വീടിന്റെ വാർക്ക നാളെയാണ്, കാലാവസ്ഥ എല്ലാം അനുകൂലമാകേണ്ടതിനായി പ്രാർത്ഥനയ്ക്കായി വിളിച്ചിരിക്കുന്നു. ഗ്രേസി മാവലിക്കരയിൽ നിന്ന് അറിയിച്ചിരിക്കുന്ന ഹസ്ബൻഡിന് നഷ്ടപ്പെട്ട ID കാർഡ് ലഭിക്കേണ്ടതിനെ പ്രാർത്ഥിക്കണം. 2 വർഷമായി ബെഡ് റിഡൻ ആണ്, പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചിരിക്കുന്നു. മകൻ അനീഷിന് ഇന്റർവ്യൂ നടക്കുന്നു. ഈ പ്രാർത്ഥനാ വിഷയം നമ്മളെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. നിരണത്തുനിന്നും ലില്ലി എന്നൊരു സഹോദരിയാണ് പ്രത്യേകം പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്നു. മണർകാട് എന്ന് ശാന്തമ്മ ആൻറ്റി അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥന വിഷയം എബിനും ആശിഷും സിംഗപ്പൂരിൽ നിന്നും യാത്ര തിരിക്കുന്നു, അവർക്കായി പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും അജിത്തെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ഈ തത്സമയ ശുശ്രൂഷയിൽ ലോകത്തിന് വിവിധ രാജ്യങ്ങളിൽ അനേക കുടുംബങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും അവരെ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അജിത്ത് പ്രാർത്ഥിച്ചാട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ അങ്ങയുടെ മഹത്വത്തല കർത്താവെ അടികൾ ഓരോരുത്തരും നിറച്ചനായ അങ്ങ് വാഴ്ത്തി സ്തുതിക്കുന്ന കർത്താവെ, യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഞങ്ങളുടെ ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ ജീവിതങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുമ്പായ കർത്താവെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ചിരിക്കുന്ന വിഷയങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഇതിനൊരു ദൈവിക മറുപടി നീ അയച്ചിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ സാന്നിധ്യത്തിൽ ഈ ജീവിതങ്ങളെ നിറയ്ക്കുമരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളിൽ നീ സാധിപ്പിക്കുന്ന ദൈവമാകിയ സ്തോത്രം, അവരുടെ യാത്രകളിൽ നീ കൂടെയിരിക്കുന്ന ദൈവമാകിയ സ്തോത്രം, ആ വേദനകളെ നീ മാറ്റുന്ന ദൈവമാകിയ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നലെ നമ്മൾ മാവേലിക്കരയിലുള്ള പ്രിയങ്കയുടെ കുടുംബസംഗമമായിരുന്നു. നമ്മൾ രാവിലെ അവിടെ ചെന്നപ്പം തന്നെ അനേകം കുടുംബാംഗങ്ങൾ അതിനകത്ത് കടന്നു വന്നു. രാവിലെ 2 മണി വരെയുള്ള സമയത്ത് അനേകർ കടന്നു വന്നു. ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത വലിയ വിടുതലുകളെ കുറിച്ച് പറയുവാൻ ഇടയായി. ഇന്നലെ തന്നെ വന്ന ഒരു കുടുംബം, അപ്പോൾ അവരുടെ കുഞ്ഞുമായിട്ട് അവർ വന്ന കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ ആ മാതാവ് അവരുടെ കുടുംബം സാക്ഷ്യം പറഞ്ഞത് ഇങ്ങനെയാണ്: ആ കുഞ്ഞിൻ്റെ ഈ വലത് കണ്ണിൻ്റെ അവിടെ വലിയൊരു കുരു പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പഴുത്ത് അതിനകത്തൊന്നും ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന
ശുശ്രൂഷ. അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർമാരെ കാണിച്ച് അവർ മരുന്ന് വെപ്പിച്ചു. പക്ഷേ ഈ മരുന്ന് വെച്ചതും ആ മുഖത്തെ പാട് വല്ലാതെ അധികം അത് പിന്നെ വേർത്ത് കൊച്ചിന് കണ്ണ് പോലും തുറക്കാൻ വല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അവരെ ഈ പ്രേയിങ് കേരള ആദ്യമായിട്ട് കാണുവാനിടയാകുന്നത്. അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലായ കാര്യം ഇത് തത്സമയം നടക്കുന്ന ഒരു ആരാധനയാണെന്ന് മനസ്സിലായി. കാര്യം നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചല്ല, അപ്പോൾ തന്നെ നടക്കുന്ന ഒരു പ്രോഗ്രാം ആണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. ഇന്ന് പകല് ഈ പ്രേംകേരള ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും പറയട്ടെ, ഇത് തത്സമയം നടക്കുന്ന ആരാധനയാകിയാൽ ഇവിടെ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളും യേശുവിന് അത്ഭുതകരമായ മറുപടി ഇപ്പോൾ തന്നെ വന്നുകൊണ്ടിരിക്കുക. കാര്യം പ്രേംകേരള ഈസ് ദ ഫാസ്റ്റ് ലൈവ് ഇന്ററാക്റ്റീവ് ക്രിസ്ത്യൻ ടെലിവിഷൻ പ്രോഗ്രാം ഇൻ ദ വേൾഡ്. ആ ലോകരാജ്യത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ശുശ്രൂഷ ദൈവം തരുന്നത്. അത് സ്ക്രീനിൽ കാണുന്ന വ്യക്തികളുമായി തത്സമയം നേരിട്ട് കണ്ട് സംസാരിക്കുവാനും അവരുടെ വിഷയങ്ങൾ പറയുവാനുള്ളൊരു അവസരം. അപ്പോൾ ആ മാതാവ് ചെയ്ത കാര്യം ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പം പ്രാർത്ഥിച്ചു. അത് മാത്രമല്ല, ഒരു വിളിച്ച സമയത്ത് സന്ധ്യ സമയത്തായിരുന്നു, വൈകുന്നേരമായ സമയത്ത്. അപ്പോൾ തന്നെ ഫോണിൽ പ്രാർത്ഥിക്കുന്നവർ പറഞ്ഞു ആ മുഖത്ത് ആ കുഞ്ഞിൻ്റെ പാടുള്ള ഭാഗത്ത് കരം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ചെയ്ത കാര്യം ആ ഫോണിൽ അമ്മ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുഞ്ഞിൻ്റെ മുഖത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു. കടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ പാട് അവിടെ ഇല്ല. അതിൻ്റെ അതായത് ഒരു അടയാളം പോലും അവിടെ ഇല്ലാതെ വേണം യേശു അത്ഭുതകരമായി ആ കുഞ്ഞിനെ സൗഖ്യമാക്കി. ഇന്നലെ കുഞ്ഞുമായിട്ട് അവിടെ കടന്നു വന്നത് തങ്കച്ച ഇതിപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന മുഴുവൻ ഇന്നലെ നമ്മുടെ മാവേലിക്കരയിൽ കടന്നു പോയപ്പോൾ അവിടെ വന്ന നമ്മുടെ പ്രിയപ്പെട്ടത് പ്രാർത്ഥനാ വിഷയങ്ങൾ ഇന്ന് പകല് പ്രിയങ്കല കുടുംബാംഗങ്ങളെ നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ ഇന്നലെ കടന്നു വന്ന വ്യക്തികൾ അവരുടെ കുടുംബങ്ങൾ പലരും നീർന്ന വിഷയങ്ങളിലെ കടന്നു പോകുന്നവരുണ്ട്. അപ്പോൾ തന്നെ യേശുവിന് വലിയ വിടുതൽ അനുഭവിക്കുന്ന വ്യക്തികളുമുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിന്റെ കരം ഓരോ കുടുംബങ്ങളിൽ ഇറങ്ങേണ്ടതിനായിട്ട്. ഇന്നലെ അവർ പറഞ്ഞൊരു പ്രത്യേക കാര്യമുണ്ട്. അവർ ഈ പരിപാടികൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരല്ല. അവർക്ക് ഇത് അറിഞ്ഞു, അവരുടെ അകത്തൊരു വിശ്വാസം ഇത് പ്രാർത്ഥിച്ചാൽ മാറുമെന്ന് അവർ പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഹോസ്പിറ്റലിൽ പോയി മരുന്ന് തേച്ച് കഴിഞ്ഞപ്പോൾ പാടുണ്ടായിരുന്നു, കുറഞ്ഞില്ല. പക്ഷെ പ്രാർത്ഥിച്ച് അന്ന് തന്നെ അത് പൂർണ്ണമായിട്ട് മാറിയിട്ട് ഇങ്ങനെ ഒരു അസുഖം അവിടെ ഉണ്ടായിരുന്നോ എന്ന് അറിയാത്ത വിധത്തില് കർത്താവ് സൗഖ്യമാക്കി. ഈ സാക്ഷ്യം ഇത് പറയണമെന്ന് പറഞ്ഞാണ് അവർ ഇന്നലെ വന്നത് അവിടെ. ഇന്നലെ ആ മാതാവ് പിതാവ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ഈ സൈഡിലാണ് നിൽക്കുന്നത്, പക്ഷെ അമ്മ അവിടെ നിൽക്കുന്ന കുഞ്ഞ് ആ കയ്യിലിരിക്കുന്ന കുഞ്ഞിന്റെ ഈ ഒരു പാത. അപ്പൊ എനിക്കത് കണ്ടത്. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട്. കാര്യം ഒരു മുറിവാണ് തന്നെ, അത് കരിഞ്ഞാലും അതിന്റെ ഒരു പാടെങ്കിലും അവിടെ കാണുന്നത്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഒരു പാട് പോലും ഇല്ലാതെ വേണം യേശു ആ കുഞ്ഞിനെ സൗഖ്യമാക്കിയിരിക്കുന്നത്. അതാണ് സിനിമ കാര്യം. കർത്താവ് സൗഖ്യമാക്കിയാൽ പൂർണ്ണ സൗഖ്യമാണ്. അവിടെ പിന്നെ പാട് കാണുന്നില്ല. തീർച്ചയായിട്ടും ഇന്ന് പകൽ ഓരോ പ്രിയപ്പെട്ടവരോടും പറയട്ടെ, നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ അത് പൂർണ്ണമായിട്ട് ചെയ്യുന്നവനാ. കാര്യം യേശു ഒന്നും വെച്ചിട്ട് പോകത്തില്ല. അവന് പൂർണ്ണ അധികാരമുള്ള ദൈവമകൻ. ഇന്ന് പകൽ താങ്കളുടെ ജീവിതത്തിൽ കർത്താവ് ഇതുപോലെ ഒരു അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കും. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയങ്കേരളയിൽ ഈ കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ഇന്നലെ മാവേലിക്കരയിലെ മീറ്റിങ്ങിന് വന്ന വ്യക്തികളുടെ വിടുതലിന്റെ റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ തന്നെ പ്രാർത്ഥനാ വിഷയങ്ങളും അടങ്ങിയ വലിയൊരു ലിസ്റ്റ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. തങ്കച്ചാൻ ഇപ്പോൾ പ്രാർത്ഥിച്ചാട്ടെ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പ്രിയങ്കേരള കുടുംബാംഗങ്ങളെ ഞങ്ങൾ ഒന്നിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. കർത്താവേ, ഇന്നലെ മാവേലിക്കരയിൽ വന്ന ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ വിഷയങ്ങൾ അവിടുന്ന് അറിയുന്നല്ലോ. അത്ഭുതകരമായ ഒരു വിടുതൽ അനുഗ്രഹിക്കണം. എന്റെ കർത്താവ് പ്രാർത്ഥന കേട്ട് മറുപടി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. തങ്കച്ച ഈ നമ്മുടെ ഈ തത്സമയം നടക്കുന്ന ആരാധനയിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന വ്യക്തികളുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ ഒരു സംവിധാനം ഇതിനകത്തുണ്ട്. അനേകം കോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന ടെലിഫോൺ കോൾ നമ്മൾ എടുക്കുന്നു. ഹലോ, ഹലോ, പറഞ്ഞോട്ടെ. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് എനിക്ക് ജേക്കബാണ് സംസാരിക്കുന്നത്. എനിക്ക് 62 വയസ്സുണ്ട്. ഞാൻ 1 വർഷം മുമ്പ് എന്റെ കഴുത്തിന്റെ ഒരു നരമ്പിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ എന്റെ ശരീരഭാഗം മുഴുവൻ തളർന്ന് ഞാൻ കിടക്കലായിരുന്നു. ഇടയ്ക്ക് ഞാൻ പ്രയർ കെയറിൽ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പോൾ എനിക്ക് എഴുന്നേറ്റ് ഇരിക്കാനും പതുക്കെ വാക്കർ നടക്കുവാനും സാധിക്കുന്നുണ്ട്. സൗഖ്യം നൽകിയ യേശുവിനും പ്രാർത്ഥിച്ച എല്ലാ വിശ്വാസികൾക്കും ഉള്ള നന്ദി ഞാനിപ്പോൾ അറിയിക്കുകയാണ്. എനിക്കിപ്പോൾ എഴുന്നേറ്റ് നടക്കുമ്പോൾ ശരീരത്തിന് ബാലൻസ് വളരെ കുറവാണ്. കൈകാലുകൾക്ക് വർക്ക് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടുന്നതിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥന ഞാൻ വീണ്ടും ആവശ്യപ്പെടുകയാണ്. ഹലോ, ഈ ഒരു വർഷം ഈ ചികിത്സയ്ക്കായിട്ട് എനിക്ക് സാമ്പത്തിക ബാധ്യത വളരെ വന്നിട്ടുണ്ട്. ഇപ്പോൾ താമസിക്കുന്ന വീട് ഞങ്ങൾ വിൽക്കുവാനും കടം തീർക്കുവാനും അതോടൊപ്പം ഞങ്ങൾക്കൊരു ചെറിയ വീട് ഞങ്ങൾ വേറെ വാങ്ങിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം
ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണോ? ഞങ്ങൾ അതോടൊപ്പം കർത്താവെ, ഞങ്ങൾക്ക് നാട്ടിലേക്ക് ഞങ്ങൾ കടന്നു പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുകയാണ്. ഓക്കെ, നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രിയ വ്യക്തി വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു വർഷത്തിന് മുമ്പേ ഒരു ഓപ്പറേഷൻ, ബ്രെയിനിൻ്റെ ഒരു ബ്ലഡ് ക്ലോട്ടിങ് വന്നതിൻ്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ശരീരം തളർന്നു പോയ ഒരു വ്യക്തിയാണ്. പക്ഷേ പ്രിയങ്കാലെ ചേർന്ന് പ്രാർത്ഥിച്ചു. യേശു അത്ഭുതകരമായി അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് ഇപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം, വോക്കറെ നടക്കുവാനും ഇപ്പോൾ അതൊക്കെ പിടിച്ച് നടക്കുവാനൊക്കെ തുടങ്ങിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. പൂർണ്ണമായ സൗഖ്യം യേശുവിൻ നാമത്തിൽ ഈ വ്യക്തിയുടെ മേൽ ഉണ്ടാകണം. അപ്പോൾ തന്നെ പ്രിയങ്കലയിൽ തങ്ങച്ച അനേകർ ഇതുപോലെ തളർന്ന വ്യക്തികൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ കിടക്കുന്ന റൂമിൽ തന്നെ ഈ തത്സമയം നടക്കുന്ന ആരാധന ഇപ്പോൾ അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. അനേകം ഹോസ്പിറ്റലുകളിൽ ഈ ആരാധന തത്സമയം നടക്കുന്ന ഈ ആരാധന ലഭ്യമാക്കുവാൻ അവിടുത്തെ അധികാരികൾ അതിനുവേണ്ടി കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. ഓരോ ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്: ഇന്ന നമ്പറിൽ ഇതിൽ നമുക്ക് പ്രിയങ്കാല കിട്ടുന്നുണ്ട്. അനേകർ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്നുമുണ്ട്. ഇന്ന് പകൽ നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ വ്യക്തിയെ സൗഖ്യമാക്കിയ നമ്മുടെ കർത്താവ് ഇന്ന് പകൽ അതുപോലെ ഭാരതത്തിലുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഉറപ്പായിട്ടും പറയട്ടെ, യേശു താങ്കളെ സൗഖ്യമാക്കാം. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. തളർന്നു കിടക്കുന്ന വ്യക്തികൾ, വീൽ ചെയറിലായിരിക്കുന്നവർ, വോക്കർ ഉപയോഗിച്ച് നടക്കുന്നവർ, പൂർണ്ണമായ ഒരു സൗഖ്യത്തിനും വിടുതലിനും വേണ്ടി നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. കർത്താവേ, ഇന്ന് പകൽ ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയ പിതാവിനെ സൗഖ്യമാക്കിയ അങ്ങയുടെ കരം ഇപ്പോൾ തന്നെ ഓരോ വ്യക്തികളെയും തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തളർന്ന അവസ്ഥയിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ ഒരു എഴുന്നേൽപ്പ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു കർത്താവേ, ഗർഭം മുതലേ കർത്താവേ, അമ്മയുടെ ഗർഭം മുതലേ കർത്താവേ, ഹല്ലേലൂയ, മുടന്തനായ ഒരു മനുഷ്യനെ അങ്ങയുടെ ശക്തി അവന്റെ മേൽ വ്യാപരിച്ചപ്പോൾ അവൻ എഴുന്നേറ്റു എന്ന്, അവൻ നടന്നും തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്ന് ഞങ്ങൾ തിരുവചനത്തിൽ വായിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ തന്നെ കർത്താവേ ഓരോ വ്യക്തിയുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തളർന്നു കിടക്കുന്ന വ്യക്തികളെ അങ്ങ് എഴുന്നേൽപ്പിച്ചാൽ അത്ഭുതകരമായ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വിളിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ സൗഖ്യവും വിടുതലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം നമ്മൾ വായിക്കാൻ പോകുക. റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം: അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവചനത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്: ആകാശം മാറിപ്പോകാം, ഭൂമിയും മാറിപ്പോകാം, പക്ഷേ എൻ്റെ വചനത്തിൽ നിന്നും ഒരു വള്ളിയോ പുള്ളിയോ ഒരു നാളും മാറ്റം വരികത്തില്ല. ഇന്ന് പകൽക്കാലം മാറ്റം വരാത്ത ദൈവവചനത്തിലൂടെ കർത്താവ് നമ്മൾ ഉറപ്പായിട്ടും പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്: അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല. അത് 100% ഉറപ്പ്. അവൻ എന്ന് പറയുന്ന യേശുവിനെ തുടർന്ന് മുമ്പുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. യേശുവിനെ ഏറ്റു പറയുന്ന അവനെ കുറിച്ചുള്ള ഒരു അനുഗ്രഹം ഇത് പറഞ്ഞിരിക്കുന്നത്. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. പ്രിയങ്കല കുടുംബാംഗങ്ങളെ, എന്ന് പകൽ നമ്മുടെ തല ഉയർത്തുന്നത് എന്താണ്? നമ്മുടെ മാന്യതയിലേക്ക് നയിക്കുന്നത് എന്താണ്? മറ്റൊന്നുമല്ല, നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്ന മുഖാന്തരം. വീണ്ടും ദൈവ തിരുവചനം സങ്കീർത്തനം 34-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്: അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. അവങ്കിലേക്ക് നോക്കിയവർ, ഈ നോക്കുക എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവങ്ങളിൽ വിശ്വസിച്ചവർ എന്നതാണ്. അപ്പം വിശ്വസിക്കുമ്പോൾ ഒരു 2 ഗുണങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നു. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ മുഖം പ്രകാശമായി, അവരുടെ മുഖം പ്രകാശമായി. രണ്ടാമത് അവർ ലജ്ജിച്ചു പോകാൻ ഇടയായതുമില്ല. എന്ന് പ്രിയങ്കല കുടുംബങ്ങൾ ഓരോരുത്തരോടും പറയട്ടെ, യേശുവിലുള്ള നമ്മുടെ വിശ്വാസം അത് ഒരിക്കലും വൃഥാവായി പോകത്തില്ല. നമ്മുടെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹത്തെ കൊണ്ടുവരുവാൻ, ദൈവത്തിന്റെ കൃപ കൊണ്ടുവരുവാൻ ആ വിശ്വാസം കൊണ്ടുവരാൻ സാധിക്കും. കാര്യം നമ്മൾ ദൈവ തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഒരിക്കലും യായിറോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ
യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് അവൻ്റെ കാൽക്കൽ വീണിട്ട് അവൻ യേശുവിനോട് അപേക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. ഗുരു, നീ എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരണം. കാര്യം എൻ്റെ മകൾ 12 വയസ്സുള്ള മകൾ ഇപ്പോൾ തന്നെ മരിക്കാറായി എന്നൊരു വിവരം യേശുവിനോട് പറഞ്ഞിട്ട് യേശുവിനെ കൊണ്ട് ഭവനത്തിലേക്ക് പോകുക. പക്ഷെ പോകുന്ന വഴിയിൽ ഒരിക്കലും ആ യായിറോസ് എന്ന് പറയുന്ന മനുഷ്യൻ, അതായത് ആ കുഞ്ഞിൻ്റെ അപ്പൻ കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു വാർത്ത തൻ്റെ ഭവനത്തിൽ നിന്നും ഒരാൾ വന്നിട്ട് ഇങ്ങനെയാണ് പറയുന്നത്, യായിറോസെ, ഇനിയും നീ യേശുവിനെ അസഹ്യപ്പെടുത്തേണ്ട കാര്യമില്ല. കാര്യം നിന്റെ മകൾ മരിച്ചു പോയി. ഈ ഒരു വാർത്തയുടെ മുമ്പാകെ യായിറോസ് ഇങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ യേശു പതുക്കെ അവനെ തോളിൽ തട്ടിയിട്ട് ഇങ്ങനെ പറയുകയാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഹല്ലേലൂയ. ആ മനുഷ്യൻ ചെയ്ത കാര്യം, എന്നോട് അരുളി ചെയ്തത് സർവശക്തനായ ദൈവമാണ്, എന്നോട് പറഞ്ഞത് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവമാണ്, എന്നോട് അരുളി ചെയ്യുന്നവൻ സകലത്തും സാധിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് യായിറോസ് ചെയ്ത കാര്യം, വീട്ടിൽ നിന്ന് വന്നവന്റെ വാക്ക് കേട്ടില്ല, മറിച്ച് യേശു എന്തു പറഞ്ഞോ അത് കേൾക്കുവാൻ, അതിൽ വിശ്വസിക്കുവാൻ അവൻ തയ്യാറായി. ഇന്ന് പാൽക്കാലം ഉറപ്പായിട്ട് ഞങ്ങൾ പറയട്ടെ, തങ്കച്ച, ഇന്നലെ തന്നെയാണ് നമ്മൾ കേട്ടൊരു കാര്യം. പ്രെയിൻ കേരളയുടെ മാവേലിക്കര മീറ്റിങ്ങിൽ ഒരു മാതാവ് വന്നിട്ട് പറഞ്ഞ കാര്യം, ബാങ്കിൽ കുഞ്ഞിൻ്റെ പഠനത്തിൻ്റെ കാര്യത്തിന് വേണ്ടി ബാങ്കിൽ ലോണിന് വേണ്ടി അപേക്ഷിച്ചു. ലോണിന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ തന്നെ പല ബാങ്കുകളിൽ കയറി ഇറങ്ങി. പക്ഷെ ഒരു ബാങ്കിൽ പോലും ആ കുഞ്ഞിന് ലോൺ അനുവദിച്ചു കൊടുത്തില്ല. പക്ഷെ അത് മീഡിയയിൽ വാർത്തയായി, പല ഇൻ്റർവ്യൂകൾ നടന്നു, കളക്ടറിൻ്റെ അടുക്കൽ പരാതി പോയി. പക്ഷേ എന്നിട്ടൊന്നും അവർ യാതൊരു ഇതുമില്ലാതെ ഇരുന്ന സമയത്ത്, പക്ഷെ ഇവർ ചിന്തിച്ചിട്ടില്ലാത്ത വണ്ണം ദൈവം ഒരു അത്ഭുതകരമായൊരു വഴി ആ കുഞ്ഞിന് തുറന്നു കൊടുത്തു. ആ കുഞ്ഞ് നേഴ്സിംഗിന് ചേർന്നു, പഠിച്ചു, ജോലിക്ക് ഇപ്പം പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, എല്ലാ വഴിയും അടഞ്ഞു എന്ന് വിചാരിക്കുമ്പോൾ യേശുവിലേക്ക് നോക്കുന്നവൻ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. നമ്മുടെ ജീവിതത്തിലെ വാക്കുകൾ, അവസാന വാക്കെന്ന് പറയുന്നത് ബാങ്ക് മാനേജർ പറയുന്നോ, ഡോക്ടേഴ്സ് പറയുന്നോ, നാട്ടുകാർ പറയുന്നോ ഒന്നുമല്ല. നമ്മുടെ ജീവിതത്തിലെ ഭാവി നിർണ്ണയിക്കുന്ന വാക്കെന്ന് പറയുന്നത് നമ്മുടെ യേശു നമ്മളോട് എന്തു പറഞ്ഞോ ആ വാക്കാണ്. ആ യായിറോസ് യേശുവിൽ വിശ്വസിക്കുവാൻ തയ്യാറായി. സംഭവിച്ച കാര്യം, തങ്ങളുടെ മരിച്ചു പോയ മകളെ യേശു എഴുന്നേൽപ്പിക്കുന്ന നമ്മൾ കാണാൻ പറ്റുന്നത്. ഇന്ന് പകൽ ഇതുപോലെ മൃതാവസ്ഥയിൽ ആയിരിക്കുന്ന ഏതെങ്കിലും വിഷയത്തിന് മുൻപിലാണ് താങ്കൾ ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം കേട്ട വചനം ഇങ്ങനെയാണ്, അവനിൽ യേശുവിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. പ്രിയമുള്ളവരെ, താങ്കൾക്ക് വേണ്ടിയ ഈ വചനം ഇന്ന് പാൽക്കാലം ഒന്ന് വിശ്വസിക്കുവാൻ തയ്യാറാകുക. ആര് പറയും, ഞാൻ യേശുവിൽ വിശ്വസിക്കുവാൻ തയ്യാറാണ്, ഞാൻ യേശുവിൽ വിശ്വസിക്കുവാൻ തയ്യാറാണ്. തങ്കച്ച, നമുക്ക് ഒന്നിച്ച് ചേർന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിന്റെ അത്ഭുതകരം ഇപ്പോൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മേൽ ഉണ്ടാകണമെന്ന് താങ്കൾ ആ ഭാരപ്പെടുന്ന വിഷയം യേശുവിന് മേൽ ഏറ്റുകൊടുത്താട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി ഇപ്പോൾ തന്നെ വെളിപ്പെടുവാൻ കഴിയുമെങ്കിൽ ആ കരങ്ങൾ ദൈവത്തിനെ ഉയർത്തി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ തങ്കച്ചാൻ ഇപ്പോൾ പ്രാർത്ഥിക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പ്രിയ കേരള കുടുംബാംഗങ്ങളായ ഞങ്ങൾ ഒന്നിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. കർത്താവേ, ഞങ്ങൾ തിരുവചനത്തിൽ വായിക്കുന്ന പോലെ അവങ്കിലേക്ക് നോക്കിയവർ ലജ്ജിച്ചു പോയിട്ടില്ല. കർത്താവേ, പ്രേമിക്കുന്ന കുടുംബാംഗങ്ങൾ നോക്കുന്നത് കർത്താവേ നിങ്ങളിലേക്കാണ്. നിങ്ങളിലേക്ക് നോക്കിയവർ ലജ്ജിച്ചു പോയില്ലെന്ന് വായിക്കുന്നു. കർത്താവേ, അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാ നന്മയ്ക്കും കർത്താവേ ഞങ്ങൾ നന്ദി കഴിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അനേക പ്രാർത്ഥന വിഷയങ്ങൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും നമ്മുടെ ശുശ്രൂഷ വന്നുകൊണ്ടിരിക്കുന്നു. ആൻസി ഏറ്റുവരെന്ന് അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയം ഇന്റർവ്യൂ എന്നുണ്ട്. അതിനായി ആൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള അറിയിച്ചിരിക്കുന്നു. അജിത്തെ ഓമല്ലൂരിൽ സൂസി എന്നൊരു സഹോദരി നമ്മളെ വിളിച്ച് പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥന വിഷയം, മകന്റെ BDSന്റെ എക്സാം കഴിഞ്ഞു, നല്ല വിജയം ലഭിക്കേണ്ടതിനായി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ പനിയാൽ പ്രയാസപ്പെടുന്നു, പരിപൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്നു. നേരിടത്ത് നിന്ന് അലക്സ് അറിയിച്ചിരിക്കുന്നു, ആശയ്ക്ക് കടുത്ത പനിയാൽ ഭാരപ്പെടുന്നു, അതിനെ പ്രാർത്ഥിക്കണം എന്ന് അറിയിച്ചിരിക്കുന്നു. അജിത്തെ അങ്കമാലിയിൽ നിന്നും ജെയിംസ് ജോർജ് എന്നൊരു സഹോദരൻ വിളിച്ചു പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥന വിഷയം, പൈശാചികമായ പീഡനത്തിൽ പ്രയാസപ്പെടുന്നു, പരിപൂർണ്ണ വിടുതലും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ഇടയാകേണ്ടതിനായി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചു. കൊട്ടാരക്കരയിൽ നിന്ന് തങ്കമ്മ എന്ന മാതാവ് അറിയിച്ചിരിക്കുന്നത്, തങ്കമ്മ ക്യാൻസർ പേഷ്യൻ്റ് ആണ്, പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ രാത്രിയിൽ മകന് ഭയങ്കരമായിട്ടുള്ള തലവേദനയും ശാരീരിക അസ്വസ്ഥത ഉണ്ടായിരുന്നപ്പോഴാണ് പ്രെയിൻ കേരളയിൽ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതായിരുന്നു. മകന് പൂർണ്ണ സൗഖ്യമുണ്ടായി. പ്രാർത്ഥിച്ച ഏവർക്കുള്ള നന്ദി അറിയിച്ചു. അജിത്തെ ഇതൊരു പ്രൈസ് റിപ്പോർട്ടാണ്. ഈ വിഷയം നമ്മളെ അറിയിച്ചിരിക്കുന്നത് തിരുവല്ലൻ ബീന എന്നൊരു സഹോദരിയാണ്. മകൾ ഷീനയുടെ +2 റിസൾട്ട് വന്നു, നല്ല വിജയത്തോടുകൂടി പാസ്സാകുവാൻ ദൈവം സഹായിച്ചു. എല്ലാവരോടുള്ള നന്ദിയും ദൈവത്തിന് മഹത്വവും അറിയിച്ചിരിക്കുന്നു. ഇന്നത്തെ തിരുവചനം പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും അവനെ വിശ്വസിക്കുന്ന ഒരുത്തരും ലജ്ജിച്ചു പോകാനുള്ള ഇടവരുത്തരുന്നില്ല. തീർച്ചയായിട്ടും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന അനേക ജീവിതങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം. ദൈവപ്രദ പ്രാർത്ഥിച്ചാൽ
സ്വർഗപിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ തത്സമയ പ്രാർത്ഥനയിലും ആരാധനയിലും പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവേ, നിന്റെ സൗഖ്യം ഇപ്പോൾ അവരുടെ മേൽ ഇറങ്ങട്ടെ, നിന്റെ ബലം ഇപ്പോൾ അവരുടെ മേൽ ഇറങ്ങട്ടെ, അവർ നിന്റെ സമാധാനം അനുഭവിക്കട്ടെ. മഹത്വത്തിനായിട്ട് അവിടുന്ന് അത് ചെയ്യും, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. Great, let your heart describe for all your goodness. I will keep on singing. 10,000 reasons for my heart to learn. Oh, bless the Lord, my soul, oh, my soul. Worship His പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നത് അനേക കർത്താവ് ഓരോ വിഷയം, ഏത് വിഷയം പ്രാർത്ഥിക്കുന്നത് മറുപടി തരാണ്. കാരണം കർത്താവ് യേശു ക്രിസ്തു തിരുവചനത്തിൽ കൂടി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, എന്റെ അടുക്ക് വരുന്നവനെ ഒരു നാളും തള്ളിക്കളയില്ല. നമ്മുടെ വിശ്വാസം അതാണ്. യേശു ക്രിസ്തുവിന്റെ അടുക്കൽ ഒരു വിഷയമായി ചെന്നാൽ അതിന് മറുപടി ഉണ്ട് എന്ന്, അതാണ് വിശ്വാസം. നമ്മൾ പറഞ്ഞതുപോലെ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി ലജ്ജിച്ചു പോകാൻ ഒരിക്കലും അവസരം കൊടുക്കത്തില്ല. ഈ വിശ്വാസത്തോടെ കഴിഞ്ഞ ദിവസം കാനഡയിൽ നിന്ന് മിനി എന്ന സഹോദരി വിളിച്ചു പറഞ്ഞിരുന്നു, അവളുടെ കുഞ്ഞ് പാല് കുടിക്കുന്നില്ല, പ്രാർത്ഥിക്കണമെന്ന്. നമ്മൾ കുടുംബമായിട്ട് പ്രാർത്ഥിച്ചു. ആ സഹോദരി പിന്നെ വിളിച്ചു പറഞ്ഞ് ആ കുഞ്ഞ് പാല് കുടിക്കുന്നുണ്ട്, പ്രയാസങ്ങൾ മാറി സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്. തങ്കച്ച, ഇത് സുജയ എന്ന് പറയുന്നൊരു മാതാവ് കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്. അവർക്ക് ബ്രസ്റ്റിൽ ഒരു മുഴയുണ്ടായിരുന്നു. അപ്പം പല ഹോസ്പിറ്റലിൽ കടന്നു വന്നു, പല ഡോക്ടേഴ്സ് കണ്ടപ്പോൾ അവരെല്ലാവരും ഒരു സംശയം പറഞ്ഞത് ക്യാൻസർ ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം കൂടുതൽ ചെക്കപ്പിന് വേണ്ടി അവർ പലരും കൊടുത്തുവിട്ടു, പല ചെക്കപ്പ് ചെയ്തു. പക്ഷെ അതിൻ്റെ എല്ലാം റിസൾട്ട് വരുന്നതിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നു. പക്ഷേ ഇവർ ചെയ്ത കാര്യമുണ്ട്, കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയിൽ ഈ വിഷയത്തിൻ്റെ പ്രത്യേകമായിട്ട് ചേർന്ന് പ്രാർത്ഥിച്ചു. അപ്പം കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നപ്പോൾ തന്നെ അവർ പറഞ്ഞ കാര്യം, ഡോക്ടർമാർ സംശയിച്ച പോലെ യാതൊരു കുഴപ്പവും അതിനകത്തിൽ ചെറിയൊരു തടിപ്പ് മാത്രമാണ് എന്ന് അറിയിച്ചിരിക്കുന്നു. അതുകൂടെ മാറാൻ വേണ്ടി പ്രത്യേകമായിട്ട് ആ സുജ നമ്മൾ പ്രാർത്ഥന ചോദിച്ചിരിക്കുമ്പോൾ ആ മാതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ ഡോക്ടേഴ്സ് പറഞ്ഞ ഓരോ വാക്കും ഇങ്ങനെ കേട്ടപ്പോൾ അവരുടെ ഉള്ളിൽ വളരെയധികം ഭയവും ടെൻഷനുമായിരുന്നു. പക്ഷേ യേശുവിലേക്ക് ആ വിവരം അറിയിച്ചപ്പോൾ, ആ വിഷയത്തെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ യേശു അതിനകത്ത് അത്ഭുതകരമായ മറുപടി നൽകിയെന്ന് മാത്രമല്ല, ദൈവിക ധൈര്യം അവരുടെ ഉള്ളിൽ ഉണ്ടാകുവാനിടയായി. നമ്മുടെ ഉപവാസ പ്രാർത്ഥന പ്രത്യേകമായിട്ട് ഈ വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നാണ് മാതാവ് അറിയിച്ചിരിക്കുന്നത്. നമ്മുടെ അടുത്ത മാസത്തെ ഉപവാസ പ്രാർത്ഥന അത് ജൂൺ മാസം 11, 12, 13 തീയതികളിലാണ് നമ്മുടെ അടുത്ത ഉപവാസ പ്രാർത്ഥന. പ്രിയങ്കേലയുടെ ഈ തത്സമയം നടക്കുന്ന ഈ ആരാധനയിൽ നിന്നും ഓരോ മാസവും 3 ദിവസം ഉപവാസ പ്രാർത്ഥന വരുന്നത്. നമ്മുടെ ഈ അടുത്ത് വരുന്നത് ജൂൺ മാസം 11, 12, 13 തീയതികളിൽ രാവിലെ 10 മുതൽ 12 വരെയുള്ള സമയത്ത് തത്സമയമായി ഈ ആരാധന നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതേ ചാനലിൽ തന്നെ വീഡിയോ തന്നെ വരുന്നതാണ്. അതിനു വേണ്ടി നേരത്തെ ഒരു പ്രത്യേകിച്ച് നമ്മൾ ഈ വരുന്ന ഉപവാസ പ്രാർത്ഥനയിൽ അന്ത്യകാലഘട്ടത്തിൻ്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ആ സമയത്ത് എന്തൊക്കെ സംഭവിക്കും, ആ സമയത്ത് ദൈവമക്കളാകുന്ന നമ്മിൽ എങ്ങനെ ഒരു ഒരുക്കം ഉണ്ടാകണം, നാം എന്തൊക്കെ ആയിത്തീരണം എന്നത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. കാര്യം നമുക്കറിയാം, ഇപ്പോൾ നടക്കുന്ന പല സംഭവങ്ങളും ആൾക്കാരുടെ ജീവിതത്തിൽ വളരെയധികം ഭീതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ നമ്മൾ ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് അത് പോകുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് നമ്മൾ വലിയൊരു സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. അതുമാത്രമല്ല, നമ്മുടെ തിരുവല്ലയിലെ മീറ്റിംഗ് വരികയാണ് അടുത്ത വ്യാഴാഴ്ച, അതായത് മെയ് മാസം 28-ാം തീയതി രാവിലെ 9:30 മുതൽ 3 മണി വരെയുള്ള സമയത്ത് തിരുവല്ല ടൗണിലുള്ള ബിലീവേഴ്സ് ചർച്ചിൻ്റെ യൂത്ത് സെൻറ്ററിൽ വെച്ച് അത് നടക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരെ അറിയിക്കണം, അതിനുവേണ്ടി ഒരുങ്ങണം, കടന്നു വരണം. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുക, അടുത്ത തിരുവല്ല മീറ്റിങ്ങിന് വേണ്ടി ഒരുങ്ങുക. ഇത് മറിയാമ റാന്നിന്ന് നമ്മൾ വിളിച്ചറിയിച്ചത് ഇങ്ങനെയാണ്. ചിക്കു എന്നൊരു മോൻ്റെ വിവരം നമ്മൾ പ്രാർത്ഥിക്കുന്ന കാലത്ത് ലൈവായിട്ട് വിളിച്ചറിയിച്ചിരിക്കുന്നു. ആ മോന് ചില പ്രയാസങ്ങൾ കടന്നുപോയി ICU ഇവിടെ ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ അയക്കുന്ന സമയത്താണ് ഈ മാതാവ് വിളിച്ച് പറഞ്ഞത്. ഇപ്പോൾ ആ മാതാവ് വീണ്ടും വിളിച്ച് പറഞ്ഞിരിക്കുന്നത് യേശു അവനെ സൗഖ്യമാക്കി നല്ലൊരു വിടുതൽ അവന് നൽകി കൊടുത്തു, വെന്റിലേറ്ററിൽ നിന്നും അവനെ പുറത്തിറക്കി എന്ന് അറിയിച്ചിരിക്കുന്നു. ആ മോന് പൂർണ്ണമായ സൗഖ്യത്തിനുണ്ട്. വീണ്ടും നമ്മളോട്
പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ബ്രദർ, അതുപോലെ ബാംഗ്ലൂരിൽ നിന്ന് ഷീല വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അവരുടെ കാൽമുട്ടിന് വേദനയാണ്, മുഖത്ത് അലർജി ഉണ്ട്, പലവിധ പ്രയാസങ്ങൾ മരുന്ന് കഴിച്ചു മടുത്തു, 50,000 രൂപ അവർക്ക് ലഭിക്കാനുണ്ട്, അത് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും അത് നമുക്ക് പ്രാർത്ഥിക്കണം. കാര്യം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം ഇതാണ്, പലവിധമായ പ്രയാസങ്ങൾ കാരണം അനേകം നാളുകളുടെ മരുന്ന് കഴിച്ച് മടുത്തു. അതുപോലെ അനേകര് ഇതുപോലെ ട്രീറ്റ്മെന്റിലൂടെ കടന്നു പോകുന്നവർ. അവർ സത്യം പറഞ്ഞ സഹോദരനെ ഞാൻ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ കുറച്ച് ഗുളിക ഇങ്ങനെ വെച്ച് കഴിക്കേണ്ട സമയത്ത് അത് വെച്ചിട്ട് വിഷയത്തെല്ലാം ഞാൻ എത്ര നാളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളൊരു വിഷമത്തിലിരിക്കും. പക്ഷെ ഇന്ന് പാൽക്കാലം ഉറപ്പായിട്ടും പറയട്ടെ, യേശുവിൽ വിശ്വസിക്കുക. കാര്യം ദൈവത്തിൽ വരുത്തി നമ്മൾ കേട്ടതുപോലെ അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. ഇന്ന് പകൽ നമുക്ക് വിശ്വസിക്കാം, പൂർണ്ണമായ സൗഖ്യവും വിടുതലും നൽകുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് ഇന്ന് പല അനേകം വിഷയങ്ങൾ വന്നിരിക്കും. തകച്ച ഈ വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, പൂർണ്ണമായ ഒരു വിടുതലിനായിട്ട്. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കുടുംബമായി അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. കർത്താവേ, പല പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്നുണ്ടല്ലോ, അവരുടെ പ്രയാസങ്ങളെല്ലാം അറിയുന്ന ഒരു കർത്താവിന്റെ സന്നിധിയിലേക്കാണോ ഞങ്ങൾ കടന്നു വരുന്നത്. കർത്താവേ, എല്ലാത്തിനും അവിടുന്ന് മറുപടി അനുഗ്രഹിക്കണം. എന്റെ കർത്താവ് മറുപടി അനുഗ്രഹിക്കുന്നവൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എന്നൊരു സഹോദരി നമ്മളെ വിളിച്ചു പറഞ്ഞിരിക്കുന്ന 7 മാസം പ്രഗ്നന്റാണ്. നല്ലൊരു ഡെലിവറി ലഭിക്കണം. ഇപ്പോൾ വയറ്റിൽ ശക്തമായ വേദനയുണ്ട്. പ്രത്യേകം പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചു. ട്രിവാൻഡ്രത്ത് അറിയിച്ചിരിക്കുന്ന മകളുടെ ശരീരത്തിലുള്ള മുഴ മാറേണ്ടതിനെ പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചിരിക്കുന്നു. കൂടെ ജോലി ചെയ്യുന്ന ജിജി ടീച്ചർക്ക് ഭയങ്കര പനിയാൽ പ്രയാസപ്പെടുന്ന ഈ പ്രാർത്ഥനാ വിഷയം നമ്മളെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അടിമാലിയിൽ നിന്നും സിനി എന്നൊരു സഹോദരിയാണ്. പരിപൂർണ്ണ സൗഖ്യം ലഭിക്കേണ്ടതിനായി പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചു. ചെങ്ങന്നൂരിൽ നിന്ന് രാജു അറിയിച്ചിരിക്കുന്ന മകൻ ഷാർജയിലാണ്. തടസ്സം കൂടാതെ ലീവ് കിട്ടാൻ പ്രാർത്ഥിക്കണം, ഒരു വിവാഹം നടക്കേണ്ടതിനായി പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചിരിക്കുന്നു. മേഴ്സി അടൂരിൽ നിന്നും വിളിച്ചു പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനാ വിഷയം മകൾ ഷെറിയുടെ ചെവിയുടെ താഴെ ഒരു മുഴയുണ്ട്. അതിന്റെ ബയോപ്സിയുടെ റിസൾട്ടിനായി അയച്ചിരിക്കുന്നു. റിസൾട്ട് നോർമൽ ആകേണ്ടതിനും പരിപൂർണ്ണ വിടുതൽ ലഭിക്കേണ്ടതിനുമായി പ്രാർത്ഥനയ്ക്കായി മറിയാമ്മ റാന്നിയിൽ നിന്ന് അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥന വിഷയം കാൽമുട്ടിന് വേദനയുണ്ട്, പ്രാർത്ഥിക്കണം. ഓപ്പറേഷൻ കൂടാതെയുള്ള സൗഖ്യം ആ മാതാവിന് ഉണ്ടാവേണ്ടതിന് പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ അത്ഭുതകരമായ സൗഖ്യം ഈ ജീവിതങ്ങൾ അനുഭവിക്കേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അജിത്ത് പ്രാർത്ഥിച്ചു. സർവ്വസ്വനായ ഞങ്ങളുടെ നല്ല പിതാവേ, കർത്താവെ, ഞങ്ങളുടെ മുമ്പാകെ വന്നിരിക്കുന്ന ഓരോ പ്രാർത്ഥന വിഷയങ്ങളെ അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, ശാരീരികമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ ജീവിതങ്ങൾക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അനേകം ടെസ്റ്റുകളിലൂടെ അവർ കടന്നു പോകുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം അവരോട് കൂടിയിരിക്കണം. പൂർണ്ണ സൗഖ്യം അവരുടെ ശരീരത്തിൽ നീ അനുഭവിക്കത്തക്കണം. നീ കർത്താവെ വിടുതലിന് നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു ദൈവിക കൃപയിൽ അവർ പൊതിയുമാറണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഓരോ ജീവിതങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സാന്നിധ്യത്തിൽ അവരെ നിറയ്ക്കുമാറണം. നിന്റെ കൃപ, നിന്റെ വിടുതൽ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതിന് ഇടയാണ്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ.
ശുശ്രൂഷ തത്സമയം നൽകുന്ന ആരാധനയാകിയാൽ ലോകത്തിന് വിവിധ രാജ്യങ്ങളിൽ ഇതിൽ പങ്കെടുക്കുക മാത്രമല്ല അവരുടെ ജീവിതത്തിൽ നേരിടുന്ന സന്തോഷഘട്ടങ്ങളിൽ അവർ പ്രിയങ്കലയുടെ ഒപ്പം അത് ആഘോഷിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ ആദ്യമായിട്ട് ഈ ആരാധന പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും പറയട്ടെ, ഇത് തത്സമയം നടക്കുന്ന ഒരു ആരാധനയാണ്. ഇത് ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കുന്നു. ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ താങ്കൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാവുന്നതാണ്. നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രിയങ്കല ഈസ് ദ ഫസ്റ്റ് ലൈവ് ഇന്ററാക്റ്റീവ് ക്രിസ്ത്യൻ ടെലിവിഷൻ പ്രോഗ്രാം ഇൻ ദ വേൾഡ്. ലോകരാജ്യത്തിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു ശുശ്രൂഷ ദൈവം തരുന്നത് സ്ക്രീനിൽ കാണുന്ന വ്യക്തികളുമായി നേരിട്ട് സംസാരിക്കാനുള്ള അവസരത്തോടെ, മുഖാമുഖം സംസാരിക്കാനുള്ള അവസരത്തോടെ ദൈവം തന്നിരിക്കുന്ന ഈ ശുശ്രൂഷ നമുക്ക് ഉപയോഗിക്കാം, മറ്റുള്ളവരെ പരിചയപ്പെടുത്തി കൊടുക്കാം. ദൈവത്തിന് വലിയ കൃപ ഇതിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും. നമ്മുടെ അനേകം പ്രിയപ്പെട്ട ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി പ്രിയങ്കയെ വിളിച്ച് പറയുന്നു, ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. വത്സ ചെങ്ങന്നൂരിന്ന് അറിയിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇന്ന് 65ാമത്തെ ബർത്ത്ഡേ ആണ്. പ്രത്യേകമായിട്ട് പ്രിയങ്കയെ പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ മകന്റെ വീട് പണി തീരണം, കുഞ്ഞുങ്ങളുടെ ദൈവസ്നേഹത്തിൽ വളരേണ്ടതിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഇത് ജോസ് മലയങ്കേരി അറിയിച്ചിരിക്കുന്നു 35ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. പ്രാർത്ഥിക്കണം. ശ്യാമള തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചു വന്നിരിക്കുന്നത് 45ാമത് വെഡിങ് ആനിവേഴ്സറിയാണ്. രാജകുമാരന്റെ വിവാഹം നടക്കണം, അതുപോലെ അവരുടെ ഭവനം ലഭിക്കണം, പ്രാർത്ഥിക്കുന്നു പറഞ്ഞിരിക്കുന്നു. ഏബ്രഹാം നിരടുത്ത് അറിയിച്ചിരിക്കുന്ന മകൾ ഏഞ്ചലിന്റെ 7ാമത്തെ ബർത്ത്ഡേ ആണ്. 2 മാസം മുമ്പ് പറഞ്ഞു പോയപ്പോൾ അത് വീണ്ടും കേൾക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. നെയ്യാറ്റിങ്കര ശോഭന വിളിച്ചു വന്നിരിക്കുന്നത് ഗ്രീഷ്മ പ്രസാദിന്റെ ഭർത്താവ് ബർത്ത്ഡേ ആണ്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു, പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പറഞ്ഞിരിക്കുന്നു. കോഴിക്കോട് നിന്ന് ദീപ അറിയിച്ചിരിക്കുന്ന മകളുടെ 20ാമത്തെ ബർത്ത്ഡേ ആണ്. അനേകം ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഇതിനകത്തുണ്ട്. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരുടെ സന്തോഷത്തിനായി തങ്കച്ചാൻ ഇവിടെ കേക്ക് മുറിക്കുമ്പോൾ നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. കർത്താവേ, സ്വർഗീയ പിതാവേ, ഇന്ന് പകൽ ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഉള്ള ഓരോ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് കൊടുക്കുന്ന ഈ ഒരു പുതിയ വർഷം കർത്താവരുടെ ജീവിതത്തിൽ നന്മയുടെയും അനുഗ്രഹത്തിന് വിടുതലിന്റെയും ഉയർച്ചയുടെ വർഷമാകെ അങ്ങ് തീർക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരിശുദ്ധമന്റെ സാന്നിധ്യത്തിൽ അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യ ബലം ദീർഘായുസ്സും ഓരോരുത്തരുടെ മേലും ഉണ്ടാകട്ടെ, യേശുവിൻ നാമത്തിൽ പിതാവേ. Let the whole world see we're singing the glory of the risen Savior. He can move the mountain. My God is mighty to save. He is mighty to save. Forever on the road salvation. നമ്മൾ പതിവ് പ്രാർത്ഥന വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ എണ്ണ എടുത്ത് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. പ്രിയ കുടുംബാംഗങ്ങളെ, നിങ്ങളുടെ വീടുകളിൽ നല്ല ഒരു കപ്പുകൾ എണ്ണ എടുത്ത് വെക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യം അതിൽ ഇറങ്ങുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇത് ആർ ജോസഫ് താമരശ്ശേരിയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് സിഡ്നിയിലുള്ള സിസ്റ്ററാണ് ബിന്ദു. 2ാമത്തെ പ്രാവശ്യം അവിടെ ഡ്രൈവിംഗ് ടെസ്റ്റിനായിട്ട് ഒരുങ്ങുന്നു. പാസ്സാവേണ്ടതിനെ പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചു. പറവൂരിൽ നിന്നൊരു സഹോദരി വിളിച്ച് പറഞ്ഞിരിക്കുന്നത് പേര് പറയണ്ട എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. കുടുംബത്തിൽ സമാധാനമില്ലാതെ പ്രയാസപ്പെടുന്നു, പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചു. കൊല്ലത്ത് നിന്ന് അക്കാമ അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥന വിഷയം മുട്ടുവേദനയുണ്ട്, ഷുഗർ പ്രോബ്ലം, വയറിന് അസ്വസ്ഥതയുണ്ട്, അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നുള്ളത് അറിയിച്ചിരിക്കുന്നു. കൊച്ചുമക്കൾക്ക് എഞ്ചിനീയറിംഗിന്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു, പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനാ വിഷയം നമ്മളെ അറിയിച്ചിരിക്കുന്നത് PTP നഗറിൽ നിന്ന് കമലം എന്നൊരു സഹോദരിയാണ് പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഉറ്റവരും ഉടയവരും മറ്റു വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അനേകർ അനുഭവമുള്ള വിഷയങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നു, അവരുടെ ആവശ്യങ്ങൾ അറിയിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും നോക്കി ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവ ബ്രദർ പ്രാർത്ഥിച്ചാണ്. സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുമ്പോൾ ഈ പ്രഭാതത്തിലെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഇപ്പോൾ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളെ അവിടുന്ന് സൗഖ്യമാക്കും, തകർന്നിരിക്കുന്നവരെ അവിടുന്ന് ബലപ്പെടുത്തും, പുത്തൻ വാതിലുകളെയും വഴികളെയും കർത്താവ് തുറക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വെള്ളിയാഴ്ച ദിവസം എല്ലാം നമ്മൾ എണ്ണ എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്.
നമ്മൾ ചെല്ലുന്നിടത്തും പറയുന്നത് വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾ നോക്കിയിരിക്കുകയാണ് എണ്ണയും എടുത്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങൾ തന്നെ ആ എണ്ണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. തീർച്ചയായിട്ടും തങ്കച്ച അനേകർ ജീവിതത്തിൽ അത് ഒരു വലിയ വിടുതലും അനുഗ്രഹത്തിനും കാരണമായി തീർന്നു. നമ്മളിത് ചെയ്യുന്ന യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഒരുത്തൻ ദീനമാകുമ്പോൾ സഭയിലെ മൂപ്പനെ വിളിച്ച് അവർ വന്ന് പ്രാർത്ഥിക്കട്ടെ. അവർ വന്ന് എണ്ണ പൂശി പ്രാർത്ഥിക്കും. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. ഇന്ന് പകല് എണ്ണയിൽ ഒരു വ്യത്യാസം വരുന്നില്ല. പക്ഷെ നമ്മൾ വിശ്വാസത്തിന് അടയാളമായി ദൈവവചന പ്രകാരം അത് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ അത്ഭുതകരമായ സൗഖ്യം ജീവിതങ്ങളെ വ്യാപരിക്കുന്നു. ഇപ്പോൾ എടുത്തിരിക്കുന്ന എണ്ണ കരങ്ങളിൽ എടുക്കും. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, ഞങ്ങൾ അനുഗ്രഹിക്കുന്ന ഒരു അനുഗ്രഹമായി തീരും എന്ന് അരുളി ചെയ്ത കർത്താവേ, എണ്ണ ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ പ്രിയപ്പെട്ട കരങ്ങളിൽ എടുത്തിരിക്കുന്ന എണ്ണ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. അത് പുരട്ടുമ്പോൾ അത്ഭുതകരമായ സൗഖ്യവും വിടുതലും ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ ദൈവിക ആരോഗ്യവും വിടുതലും അനുഭവിപ്പാൻ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ അനേകം വിടുതൽ റിപ്പോർട്ടുകൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇന്ന് പാൽക്കാലം കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ +2 കുഞ്ഞുങ്ങളുടെ റിസൾട്ട് വന്നത് അനേകം മാതാപിതാക്കൾ വിളിച്ചു പറയുന്നു. എല്ലാം എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുവാനും സംസാരിക്കുവാനും സമയമില്ലാത്ത മുഖാന്തരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം ധാരാളമായി കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ല അഡ്മിഷന് വേണ്ടി തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരന്റെ ടെസ്റ്റുകൾക്ക് കടന്നു പോകുന്ന സമയത്ത് എല്ലാം ബ്രേക്കിലായി ചേർന്ന് പ്രാർത്ഥിച്ചു. എല്ലാ ടെസ്റ്റുകളും നോർമലായി എന്നറിയിച്ചിരുന്നു. മകളെ വായിച്ച് അതിഭയങ്കരമായ വേദനയായിരുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന കാലത്ത് പ്രാർത്ഥിച്ചു. യേശു പൂർണ്ണമായ സൗഖ്യം നൽകി കൊടുത്തു. ജോയ്സ് ട്രിവാൻഡ്രത്ത് അറിയിച്ചിരിക്കുന്ന മകന് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിച്ചു. അത് പാസ്സായി. ലിജി അഞ്ചലിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് അനേകം വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്ന കാലത്ത് ചേർന്ന് പ്രാർത്ഥിച്ചു. എല്ലാ വിഷയങ്ങൾക്കും യേശു അത്ഭുതകരമായ മറുപടി നൽകി എന്ന് അറിയിച്ചിരിക്കുന്നു. എന്ന് പകൽക്കാലം ഉറപ്പായിട്ടും പറയട്ടെ, കർത്താവ് വിടുതലിന്റെ ദൈവമാ. അനേകം പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്കവിടെ വന്നുകൊണ്ടേയിരിക്കുന്നു. തകച്ചായത് ഇപ്പോൾ നമ്മുടെ ഈ 24 മണിക്കൂർ ഇന്നലെ 7 മണിക്ക് ശേഷം ഇന്ന് ഈ സമയം വരെ വന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് എല്ലാം സ്ക്രീനിൽ എടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശു അത്ഭുതങ്ങളുടെ ദൈവം. പ്രിയങ്കല കുടുംബങ്ങളെ, നമുക്ക് ഒന്നിച്ച് കരങ്ങൾ ഇതിന്റെ നേരെ നീട്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഓരോ വിഷയങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് സൗഖ്യമാക്കുന്ന ദൈവമാണ്, അങ്ങ് പിടിപ്പിക്കുന്ന ദൈവമാണ്. അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. അത്ഭുതം സംഭവിക്കണം, പിടിപ്പിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ നമ്മുടെ സാമ്പ്രദായം മദ്രാസിലായിരിക്കുന്ന അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യാത്രകളിൽ ദൈവസ്ഥാനത്ത് കൂടിയിരിക്കാൻ എന്ന് പ്രാർത്ഥിക്കണം. ദൈവം ഓരോ വ്യക്തികളെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പ്രഭാതത്തിൽ നമ്മൾ വീണ്ടും കാണും വരെ കർത്താവിന്റെ ചിറകിൽ അവൻ നമ്മളെ ഓരോരുത്തരെയും മറക്കട്ടെ എന്ന് ഈ സമയത്ത് ആശംസിക്കുന്നു. ആ കരങ്ങൾ ദൈവസ്ഥാനെ ഉയർത്തി ചേർന്ന് സന്തോഷത്തോടുകൂടെ